نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണികനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യര് ജീവിതം തന്നെ ആഘോഷമാക്കി മാറ്റി ദുനിയാവിന്റെ വഞ്ചനയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ് ഏതാനും ആഴ്ചകളായി നാം ഖുതുബയിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ മനുഷ്യൻ എല്ലാ സീമകളും പരിധികളും ലംഘിച്ചുകൊണ്ട് ആഘോഷമാക്കി മാറ്റിയ ഒന്നാണ് വിവാഹം, വിവാഹ സന്ദർഭങ്ങൾ, വിവാഹ പരിപാടികൾ. അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കേണ്ട ദാസന്മാർ അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ടുള്ള നന്ദികേടിന്റെ പര്യായങ്ങളായി മാറുന്ന രംഗമാണ് വിവാഹ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് വിവാഹം, നിക്കാഹ്, ദാമ്പത്യ ജീവിതം എന്നത്. എത്രമാത്രം നാം റബ്ബിനെ ശുക്ർ ചെയ്യേണ്ട, സ്തുതിക്കേണ്ട വിഷയമാണ് ഇത് എന്ന്. അതിന് ബദലായി നാം നൽകുന്നതോ ധിക്കാരവും അനിസ്ലാമിക പരിപാടികളും. അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കുകയും റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടേണ്ടതിന് പകരം വിവാഹ ഹാളിൽ നിന്ന് മലായിക്കത്തുകളെ അടിച്ചോടിപ്പിക്കുകയും പിശാചുക്കളെ സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയിലാണെന്ന് അധിക വിവാഹങ്ങളും കാണപ്പെടുന്നത്. ഇത് ബോധ്യം വരണമെങ്കിൽ വിവാഹം എന്താണ്, ഇസ്ലാമിൽ അതിന്റെ സ്ഥാനം എന്താണ്, അതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് കൃത്യമായി നാം അറിയുമ്പോഴാണ് മനുഷ്യരിന്ന് കാട്ടിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ധിക്കാരത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ വ്യക്തിയിൽ നിന്നാണ് നിങ്ങളെ മുഴുവൻ അല്ലാഹു സൃഷ്ടിച്ചുണ്ടാക്കിയത്. വഖലഖ മിൻഹാ സൗജഹാ, ആ വ്യക്തിയിൽ നിന്ന് തന്നെയാണ് ആ വ്യക്തിയുടെ ഇണയെയും അല്ലാഹു സൃഷ്ടിച്ചത്. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ആ ദമ്പതിമാരിൽ നിന്നാണ് ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു ഈ ഭൂമിയിൽ വ്യാപിപ്പിച്ചത്.
വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഇർഹാം. ഏതൊരു റബ്ബിനെ മുൻനിർത്തിയാണോ നിങ്ങൾ ചോദിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽഇർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിശ്ചയമായും അല്ലാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സൃഷ്ടി നടന്നത് ഗൈബിയായ ലോകത്താണ്, ഭൂമിയിലല്ല. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. മനുഷ്യ സൃഷ്ടി അള്ളാഹു ആരംഭിച്ചത് ഈ ഭൂമിയിലല്ല, ആലമുൽ ഗൈബിൽ വെച്ചാണ് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത്. ആ ആദമിൽ നിന്ന് തന്നെയുള്ള ഇണയെയും അള്ളാഹു ആലമുൽ ഗൈബിൽ വെച്ച് തന്നെ സൃഷ്ടിച്ചു, ഭൂമിയിലല്ല. അവരെ അള്ളാഹു ഇണകളായി പാർപ്പിച്ചത് സ്വർഗലോകത്താണ്. അള്ളാഹുവിന്റെ നടപടിക്രമം അനുസരിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കേണ്ട ആദമും ഹവ്വാവും സ്വർഗത്തിൽ യഥേഷ്ടം ജീവിക്കാൻ, തിന്നാനും കുടിക്കാനും സൂയിക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുത്ത റബ്ബ് ഒരു നിരോധനം അവരോട് പറഞ്ഞിരുന്നു. ലാ തഖ്റബാ ഹാദിഹി ഷജറ, ഈ മരത്തിന്റെ അടുത്തേക്ക് അടുക്കരുത്, നിങ്ങൾക്ക് എല്ലാ പഴങ്ങളും കനികളും തിന്നാം. ഒരു നിശ്ചിത മരത്തെ ചൂണ്ടി അല്ലാഹു പറഞ്ഞു, ഈ മരത്തിനോട് നിങ്ങൾ അടുക്കരുത്, അതിന്റെ കനി തിന്നരുത്. പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി ആദമും ഹവ്വാവും ആ കനി തിന്നുകയും സ്വർഗലോകത്ത് താമസിക്കാനുള്ള അവരുടെ അനുവാദം റദ്ദ് ചെയ്യപ്പെടുകയും അവരെ ഭൂമിയിലേക്ക് അല്ലാഹു അയക്കുകയും ചെയ്തു. ഇണകളായി തന്നെയാണ് അവിടെയാണ് ആ നിക്കാഹ് നടന്നത്. റബ്ബിന്റെ മേൽനോട്ടത്തിലാണ് ആദ്യത്തെ നിക്കാഹ് നടന്നത് എന്ന് പ്രത്യേകം ഓർക്കുക. ആദമിന്റെയും ഹവ്വായിന്റെയും ഇണകളായി റബ്ബിന്റെ മേൽനോട്ടത്തിലാണ് ആ നിക്കാഹ് നടന്നത് എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. നമുക്കിപ്പോ നിക്കാഹും കല്യാണം എന്നൊരു പ്രശ്നമല്ലാതായി കഴിഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞത്, അതിനെ പറ്റിയല്ലല്ലോ ആലോചിക്കാം. കല്യാണം നടത്തുന്നവരും കല്യാണം ക്ഷണിക്കപ്പെട്ട നമ്മളും എന്താ ചിന്തിക്കുക? കല്യാണം വിളിച്ചാല് ഏത് ഹാളിലായിരിക്കും, എത്ര ആളുണ്ടാവും, എന്തായിരിക്കും സദ്യയുടെ അതല്ല അമ്മ ആലോചിക്കുള്ളൂ. കല്യാണം നടത്തുന്നവരും അതന്നെ ആലോചിക്കണേ, എത്ര ആളെ വിളിക്കണം, എന്തൊക്കെ വേണം, എന്തെല്ലാം ആഘോഷ പരിപാടികൾ അതിനോടനുബന്ധിച്ച് വേണം. അല്ലാണ്ട് എന്താണ് നിക്കാഹ്, എന്താണ് ദാമ്പത്യം, റബ്ബിന്റെ അടുക്കലുള്ള അതിനുള്ള സ്ഥാനമെന്ത് എന്നൊന്നും ചിന്തിക്കുന്നില്ല. സ്വർഗലോകത്ത് വെച്ചാണ് ആദ്യത്തെ ആ നിക്കാഹ് നടന്നത്. അവരെ ഭൂമിയിലേക്ക് അയച്ചു. അവരിൽ നിന്നാണ്, ആ ഇണകളിൽ നിന്നാണ് ലോകത്തുള്ള മുഴുവൻ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായത്, സന്തതി പരമ്പരകളായി. അള്ളാഹുവിന്റെ നടപടിക്രമം അങ്ങനെയാണ്. സൃഷ്ടിച്ച ഉൽപ്പത്തി ആദ്യത്തെ രൂപമല്ല. മനുഷ്യ മക്കളെ വർദ്ധിപ്പിക്കാനുള്ള സംവിധാനം ഭൂലോകത്ത് വെച്ച് നടക്കേണ്ടത്, ആലമുശ്ശഹാദയിൽ, ഈ ഭൂമിയിൽ വെച്ച് നടക്കേണ്ടതാണത്. നിങ്ങളെ മുഴുവൻ ആദമിൽ നിന്ന് തന്നെ ഹവ്വായിനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോ റബ്ബ് നമുക്ക് ചെയ്ത ഒരു അനുഗ്രഹം അതിലുണ്ട്. നാം ഒരു ഇണയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അതേ പ്രകൃതിയിൽ നമുക്ക് സ്നേഹിക്കാനും നമ്മെ സ്നേഹിക്കാനും കഴിയുന്ന ഒരു ഇണ എന്ന അർത്ഥമാണ്. ഒരേ പ്രകൃതിയിലുള്ളവരാണ്. ആണ് പെണ്ണ് എന്ന വ്യത്യാസത്തിലാണ് മനുഷ്യരെ മുഴുവൻ അല്ലാഹു പടച്ചത്. അത് നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാനത്തോടൊപ്പം തന്നെ, നമ്മുടെ ജീവിതത്തിലെ സൗഖ്യത്തോടൊപ്പം തന്നെ റബ്ബിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാകാൻ ആണിനും പെണ്ണിനും സാധ്യമാകുന്നു എന്ന ഉന്നതമായ ധർമ്മം മറന്നുപോയി. കല്യാണം കഴിക്കണ ആണും മറന്നു, പെണ്ണും മറന്നു, കുടുംബക്കാരും മറന്നു, നാട്ടുകാരും മറന്നു. മക്കളുണ്ടായി തന്നെയാണ് മനുഷ്യവർഗത്തെ അല്ലാഹു വികസിപ്പിക്കുന്നത്. അതിൽ നിന്നാണ് ഇങ്ങനെ
മനുഷ്യ മക്കൾ വ്യാപിപ്പിക്കുന്നത് റബ്ബിന്റെ നടപടിക്രമമാണ്. അതിൽ നമ്മളെ നിമിത്തമാക്കുകയാണ് അല്ലാഹു ചെയ്യുന്നത്. എന്തൊരു ഭാഗ്യം നോക്കിയാൽ. ആ രീതിയിൽ നിക്കാഹിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം എന്ന് പറയുമ്പോ ആരെങ്കിലും വാപ്പ ഉമ്മ മക്കളോ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ രീതിയിലാണ്. കൂടാതെ ദുനിയാവിലെ സമാധാനം, ശാന്തി, മനുഷ്യന്റെ വികാര ശമനത്തിന്റെ മാർഗം, മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ നിർവഹണം, മനുഷ്യ മനസ്സിന്റെ ശാന്തിയിലേക്കുള്ള യാത്ര, ശരീരത്തിന്റെ ആവശ്യം, ആണിന്റെയും പെണ്ണിന്റെയും അല്ലാഹു എല്ലാം അനുവദിച്ചു തന്നിരിക്കുന്നു നിക്കാഹിലൂടെ. അവിടെ അവസാനിപ്പിച്ചില്ല. ഈ നശ്വര ജീവിതത്തിന് ശേഷം ശാശ്വതമായൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ വിജയിക്കാൻ ഈ നിക്കാഹ്, ഈ ദാമ്പത്യം നിന്നെ സഹായിക്കും. അങ്ങനെ ആരാ കല്യാണത്തിന് കണ്ടിട്ടുള്ളത്? പരലോകത്ത് രക്ഷക്ക് ഭാര്യയുടെ സാന്നിധ്യം, ഭർത്താവിന്റെ സാന്നിധ്യം ആണിനും പെണ്ണിനും ഉപകരിക്കും എന്ന രീതിയിൽ ആരാണ് കല്യാണത്തെ നോക്കി കണ്ടിട്ടുള്ളത്? പ്രിയ സഹോദരന്മാരെ, അത് ദുനിയാവ്. അങ്ങനെ എല്ലാവരും കല്യാണം കഴിക്കണം. അതൊക്കെ ഇപ്പൊ ജീവജാലങ്ങൾ ഇണയെ തേടുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ജീവജാലങ്ങൾ, പക്ഷികളാവട്ടെ മൃഗങ്ങളാവട്ടെ, എല്ലാം ഇണകളെ തേടുന്നു. അങ്ങനെയല്ല ഇത് വലിയൊരു ലക്ഷ്യമുണ്ടതിൽ. പരലോകത്തെ ജീവിതത്തിൽ ദുനിയാവിലെ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ, ദുനിയാവിലെ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ ആണും പെണ്ണും ഇണയുടെ സാന്നിധ്യം കൊണ്ട് അത് പരിചയാക്കി മാറ്റുന്നു. വഞ്ചനയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. അങ്ങനെ അനുവദിച്ചിട്ടുള്ളത്. മറ്റത് മഹാവിപത്താണ്. ആണും പെണ്ണും പ്രകൃതിപരമായി ശരിയാണ്, പക്ഷേ അത് മഹാവിപത്താണ്. ഈ മനുഷ്യന്റെ സാമൂഹിക ജീവിതം താറുമാറായി പോകുന്നതാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം. അത് അല്ലാഹു അനുവദിച്ചത് നിക്കാഹിലൂടെ ഇണയായിത്തീരുന്നവരിൽ മാത്രമാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി. റസൂൽ പറയാണ്, നിക്കാഹ് എന്റെ ചര്യയാകുന്നു. ഒരു പുണ്യകർമ്മമാണത്. ആ പുണ്യകർമ്മത്തെയാണ് ഏറ്റവും വലിയ കുറ്റകൃത്യമായി ഹറാമാക്കി വിവാഹ ഹാളുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആ നിക്കാഹിലൂടെ സംഭവിക്കുന്നു നോക്കിയ നിങ്ങൾ. അടുത്തുള്ളവർ തമ്മിലാവാം, പരിചയക്കാരാവാം, കുടുംബ ബന്ധത്തിലുള്ളവരാവാം, അല്ലാതെയുമാകാം. അകലെയുള്ള നാട്ടിൽ മുമ്പ് പരിചയമില്ലാത്ത രണ്ട് പ്രകൃതിയിൽ, രണ്ട് കുടുംബ സാഹചര്യത്തിൽ ജീവിച്ചവരാവാം ഇണകൾ. ആ നിക്കാഹിലൂടെ ഇണയായി തീരുമ്പോൾ അല്ലാഹു ഏഴാനാകാശങ്ങൾക്ക് മുകളിൽ നിന്ന്, വളരെ ശ്രദ്ധിക്കണത്, ഏഴാനാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ഇട്ടുതരുന്ന കാരുണ്യം, അവർ തമ്മിലുണ്ടാകുന്ന ഒരു രസതന്ത്രം, സ്നേഹബന്ധം വേറൊരു സ്നേഹബന്ധത്തിന് ബദലല്ലത്. അതാണ് പ്രത്യേകം. വാപ്പയും ഉമ്മയും മക്കളും തമ്മിൽ സ്നേഹമുണ്ട്, ചേട്ടനും അനിയനും സ്നേഹമുണ്ട്, ആങ്ങള പെങ്ങളും സ്നേഹമുണ്ട്, സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹമുണ്ട്. അതല്ലത്, അത് വേറെയാണ്. അല്ലാഹു പറയുന്നതൊക്കെ വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് റബ്ബിന്റെ ദൃഷ്ടാന്തമാണ്. ഞാൻ പറഞ്ഞില്ലേ, ആദമിൽ നിന്ന് തന്നെയാണ് ഹവ്വാവ്. അപ്പോ വേറെ പ്രകൃതിയിലുള്ള അല്ല, നിങ്ങളെ പ്രകൃതി തന്നെയുള്ള ഒരാളിൽ നിന്ന്, മിൻ നഫ്സിൻ വാഹിദ, ഒരാളിൽ നിന്ന് വികസിച്ചു വന്നതാണ് ഇണയും. അപ്പോ അല്ലാഹു പറയാണ്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അടയുന്നതിന് വേണ്ടി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു അത്യധികമായ ഒരു സ്നേഹത്തെ, ഒരു പ്രേമത്തെ, ഒരു പ്രണയത്തെ ഇട്ടുതരുന്നു ഹൃദയങ്ങളിലേക്ക്. നിക്കാഹിലൂടെ ഇണയായിത്തീരുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും ഹൃദയത്തിലേക്ക് പ്രത്യേകം ഒരു പ്രണയം, ഒരു പ്രേമം ഇട്ടുതരുന്നു. കാരുണ്യവും.
ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് മനസ്സിലാവും. ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ പ്രണയം ആരംഭിക്കണം. എപ്പോൾ ആരംഭിക്കണം? അള്ളാഹ് ഇട്ടു തരുന്ന പ്രണയമാണത്, പ്രേമമാണത്, കാരുണ്യമാണ്, സ്നേഹബന്ധമാണ്. ആ നിക്കാഹ് കഴിഞ്ഞത് മുതൽ ആ സ്നേഹബന്ധം ആരംഭിക്കുന്നു. ആ ഇണകൾക്കിടയിൽ പ്രേമം വികസിക്കുന്നു, പ്രണയം രൂപപ്പെടുന്നു. അത് റബ്ബിന്റെ അപാരമായ സൗഭാഗ്യമാണ്. എന്നാൽ ഇന്ന് റബ്ബിനെ നോക്കി ആണും പെണ്ണും പറയുന്നു, റബ്ബേ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് വേണ്ട, നീ ഇട്ടുതരുന്ന സ്നേഹം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ പറയൂ ആരെങ്കിലും? അങ്ങനെ ആരെങ്കിലും പറയോ? അതാണ് പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രണയം മുമ്പേ തുടങ്ങല്ലേ, പ്രണയം മുമ്പേ തുടങ്ങല്ലേ. അള്ളാഹു നൽകുന്ന പ്രണയം നിക്കാഹിലൂടെ രൂപപ്പെട്ടതാണെങ്കിൽ ആ റബ്ബ് തരുന്ന സ്നേഹബന്ധം, ആ റബ്ബിന്റെ കാരുണ്യം ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് യുവതികളും യുവാക്കളും പരസ്യമായി പ്രഖ്യാപിക്കുന്ന പോലെയല്ലേ പ്രണയം? എന്തെല്ലാം ഹറാമുകളാ അതിലൂടെ ഉണ്ടായിത്തീരുന്നത്, എന്തെല്ലാം അപകടങ്ങൾ ദുനിയാവിൽ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വിവാഹം സാധുവാകാൻ വലിയിന്റെ അനുവാദം, രക്ഷിതാവിന്റെ അനുവാദം. രക്ഷിതാവിനാണ് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം. വെറുതെ അല്ല. 16 വയസ്സായ പെൺകുട്ടി തീരുമാനിക്കല്ല, അല്ലെങ്കിൽ 18 വയസ്സായ ആൺകുട്ടി തീരുമാനിക്കുന്നതല്ല. അവർക്ക് അത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള പാകത എത്തിയിട്ടില്ല, പക്വത എത്തിയിട്ടില്ല. അപ്പ ചിരിച്ചു കാണുന്ന ആളെ അപ്പോ ഇതാണ് ശരിയായ സ്നേഹമെന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ചില ആളുകൾ ഇപ്പൊ ന്യായം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്നേഹിക്കൊക്കെ ചെയ്യാ, അതിനെ തന്നെ കല്യാണം കഴിക്കണം. അപ്പൊ പറ്റുമോ? അപ്പൊ സ്നേഹിക്കാൻ പറ്റുമോ? അപ്പൊ വിവാഹം വരെ ഹറാമത്ര നടക്കുന്ന നിങ്ങൾ വിചാരിച്ചേ? വിവാഹം വരെ അനേകം ഹറാമ് നടക്കും. നിങ്ങൾ കല്യാണ നിശ്ചയം കണ്ടിട്ടില്ലേ? കല്യാണം കഴിഞ്ഞ പോലെ തന്നെയുള്ള പരിപാടികൾ മുഴുവൻ. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് 1 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം. എന്നിട്ട് ഹാളിൽ നടക്കുന്നെന്താ? ഈ അന്യ പെണ്ണും അന്യ പുരുഷനും സ്റ്റേജിൽ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ എന്താണ്? നിശ്ചയം എന്നാണ് പറയുന്നത്. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, 1 കൊല്ലം കഴിഞ്ഞിട്ടാ. അപ്പൊ പ്രണയം ആദ്യമേ തുടങ്ങി പിന്നെ കല്യാണം കഴിച്ചാ പോരെ, ചതിക്കാതിരുന്നാ പോരെ എന്നൊക്കെ ചില ന്യായങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരു ന്യായവും ഇല്ല. പ്രണയം ആരംഭിക്കേണ്ടത് നിക്കാഹിട്ട. രക്ഷിതാക്കളെ കണ്ടെത്തുക. രക്ഷിതാക്കളാണ്. ഞാൻ വളർത്തിയ മകൾക്ക് അവളുടെ ഭാവി ജീവിതം സുരക്ഷിതമായി തീരാവുന്നത് രക്ഷിതാക്കൾ കണ്ടെത്തുന്നതാണ്. പക്വതയില്ലാത്ത ആണോ പെണ്ണോ കണ്ടെത്തുന്നതല്ല. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ദീനിന്റെ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള ഹൈസ്കൂൾ പ്രായം തന്നെ തുടങ്ങാണ്. 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങാണ്. പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോയാൽ നമുക്ക് കാണണ്ടല്ലോ ഓരോ സംഭവങ്ങള്, ഓരോ കേൾക്കുന്നത്. വലിയ അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ മക്കൾക്ക് അറിയില്ല. എന്റെ വാപ്പയും ഉമ്മയും എനിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നതിലാണ് എന്റെ വിജയമുള്ളത് എന്ന് നമ്മുടെ മക്കൾക്കറിയില്ല. മക്കളെ പഠിപ്പിക്കാൻ ഈ കരയുന്ന ഉമ്മയും ഉപ്പയും ശ്രമിച്ചിട്ട് പോലുമില്ല. എന്റെ മോളെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല, എന്റെ മോനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചില്ല എന്ന് പറയുന്ന കരയുന്ന ഉപ്പയും ഉമ്മയില്ലേ? ദീൻ പഠിപ്പിച്ചിട്ടില്ല തീരെ. മറ്റെല്ലാം പഠിപ്പിച്ചു, പ്രൊഫഷണലായിട്ട് എല്ലാം പഠിപ്പിച്ചു. ദീൻ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹിനെ പറ്റി ഒന്നും അറിയില്ല, പരലോകത്തെ പറ്റി അറിയില്ല, റബ്ബിന്റെ കാരുണ്യത്തെ പറ്റി അറിയില്ല, റബ്ബ് നൽകുന്ന സ്നേഹബന്ധത്തിന്റെ ആഴവും പരപ്പും അറിയാത്ത യുവാക്കളും യുവതികളുമാണ് വളർന്നു വരുന്നത്. അപ്പോ 1ാം പ്രതി മകളല്ല, മകനല്ല, അവരുപ്പയും തന്നെ. നമുക്കൊരു നിർബന്ധമില്ല ആ മക്കൾ ദീൻ പഠിക്കണം. അവരെല്ലാ പ്രൊഫഷണൽ കോഴ്സും എല്ലാ കോഴ്സും ഒക്കെ കഴിയണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. ദീനിന് യാതൊന്നും തെരഞ്ഞെടുക്കുമ്പോണ്ട. ഈ കല്യാണത്തിന് തെരഞ്ഞെടുക്കുമ്പോ ദീന് വല്ല പ്രത്യേകത കൊടുക്കണ്ട. പഠിപ്പിക്കാൻ
സാധാരണഗതിയിൽ ആളുകൾ കല്യാണം കഴിക്കുന്നത് 4 കാര്യങ്ങളെ പരിഗണിച്ചാണ്. മാലിഹ, സമ്പത്ത് നോക്കിയിട്ട്. നല്ല സമ്പത്തിന്റെ ഉടമയാണ് പെൺകുട്ടിയുടെ വീട്ടുകാരെങ്കിൽ അതിലൂടെ വന്നു ചേരാവുന്ന സമ്പത്തിനെ കുറിച്ച് താല്പര്യപ്പെട്ടുകൊണ്ട് അതിനെ ഇണയായി സ്വീകരിക്കുന്നവരുണ്ട്. വലി ജമാലിഹ, ചിലർക്ക് സമ്പത്തൊന്നൊരു വിഷയമല്ല, സൗന്ദര്യമാണ് പ്രശ്നം. അത് നോക്കിയിട്ട് ഇണയെ സ്വീകരിക്കുന്നവരുണ്ട്. വലി ഹസിബിഹ, ചിലരൊക്കെ സമ്പത്തോ അല്ലെങ്കിൽ സൗന്ദര്യമല്ല, ഉന്നത കുല ജാതയാണ് എന്ന നിലയിൽ വിവാഹം ചെയ്തേക്കാം. വലി ദീനിഹ, ദീൻ പരിഗണിച്ചു. ആ പെൺകുട്ടി ദീൻ പഠിക്കുകയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ദീനി നിഷ്ഠയിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാം. റസൂൽ പറയാണ്, യുവാക്കളെ, ദീനുള്ളൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് നിങ്ങൾ വിജയിക്കൂ. ചെക്കന്മാര് പറയാ, ഞങ്ങൾക്ക് ജയിക്കണ്ട, ഞങ്ങൾക്ക് ദീനില്ലാത്ത, ഇവിടെ കൊണ്ടു നടക്കാൻ പറ്റുക, റോട്ടിലൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു പെണ്ണിനെയാണ് വേണ്ടത്. കൃത്യമായി നമസ്കരിക്കുന്ന പെണ്ണിനെയല്ല, നോമ്പുടിക്കുന്ന പെണ്ണിനെയല്ല, ഭർത്താവിന്റെ ഭാവത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ചാരിത്രം സൂക്ഷിക്കുന്ന പെണ്ണിനെയല്ല ഞങ്ങൾക്ക് വേണ്ടത്. റോട്ടിലൂടെ കൊണ്ടു നടക്കാൻ, ബൈക്കിന്റെ പിന്നിൽ ഇരുത്താൻ പറ്റുന്ന ഒരു പെണ്ണ് മതി എന്ന നിഗമനത്തിലാണ് ഇന്ന് നടക്കുന്ന അധിക കല്യാണങ്ങൾ. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിലും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയ സഹോദരന്മാരെ, നമ്മെയും നമ്മുടെ സന്തതി പരമ്പരകളെയും അല്ലാഹു ഹിദായത്തിൽ ജീവിച്ച് റബ്ബിന്റെ തൃപ്തിയിൽ മരണപ്പെട്ട് സ്വർഗം നേടാവുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വളരുന്ന തലമുറയുടെ അവസ്ഥ കാണുമ്പോൾ ഈ പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി പല നാട്ടിലേക്ക് കഷ്ടപ്പെട്ടുകൊണ്ട് അത് വലിയ ആ കുടുംബത്തിന്റെ ഒരു വലിയ സംഗതിയായി മനസ്സിലാക്കുന്ന രീതിയിലാണല്ലോ ഓരോ കുടുംബം ചെയ്യുന്നത്. പാങ്ങുണ്ടായിട്ടല്ല, ഒരാളെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ കുടുംബത്തിന്റെ ഒരു അത്താണിയായി തീരും. MBBSന്, ബിടെക്കിന്, മറ്റു കോഴ്സുകൾക്ക് അവിടെ ചെന്ന് കൂട്ടുകാരികളുമായി കൂടിക്കുഴയുമ്പോൾ, പ്രത്യേകിച്ച് അന്യനാടുകൾ, ബാംഗ്ലൂര്, മദ്രാസ്, ബോംബെയിലൊക്കെ പല കോഴ്സിനും ഇന്നത്തെ കാലത്ത് ഒരു വിഷയമല്ലല്ലോ. നല്ല തറവാട്ടിലെ പെൺകുട്ടിയാ, നല്ല തറവാട്ടിലെ ആൺകുട്ടിയാ, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോ വലിയ മാറ്റങ്ങൾ. എൻ്റെ ഉപ്പയമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറുകയാണ്. ചിലപ്പോൾ ഇണയെ അവിടെ നിന്ന് തന്നെ കണ്ടെത്തിയേക്കും. ആ ഇണക്ക് ദീൻ വേണമെന്നില്ല, ദീൻ വേണമെന്നില്ല. കാഫിറായതിനെ തന്നെ ഇണയായി ആണോ പെണ്ണോ സ്വീകരിക്കുന്നു, പ്രശ്നമില്ല. അല്ലാഹുവിൽ വിശ്വാസമുള്ളവർ അങ്ങനെ ഒരു കാഫിറിനെ ഇണയായി സ്വീകരിക്കും. പരലോകത്തെ ഭയമുള്ള ഒരു യുവതി, ഒരു യുവാവ് കാഫിറിനെ എങ്ങനെയാണ് ഇണയായി സ്വീകരിക്കുക? റസൂൽ പറഞ്ഞത്, നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ ദീനിൽ പിന്തുണ നൽകുന്നവൾ ആരാണോ, ഭർത്താവിന് ഏറ്റവും നല്ല ഭാര്യ ദീനിൽ ഭർത്താവിന് പിന്തുണ നൽകുന്നവൾ ആരാണോ അവളാണ് ഉത്തമയായ ഭാര്യ. അപ്പൊ ഒരു കാഫിറിനെ ഭരിക്കുമ്പോ എങ്ങനെ സംഭവം? പ്രിയപ്പെട്ടവർ, എന്തെല്ലാം വിഡിത്തങ്ങളാ പെൺകുട്ടികൾ കാണിച്ചു കൂട്ടുന്നത്. നമ്മുടെ ഈ മതിലകം പോലീസ് സ്റ്റേഷൻ 23 കൊല്ലം ലാളിച്ചു വളർത്തിയ പെൺകുട്ടി, മുസ്ലിം വീട്ടിലെ പെൺകുട്ടി, 23 ദിവസം മാത്രം പരിചയമുള്ള ഒരു കഞ്ചാവുകാരന്റെ കൂടെ ഇറങ്ങി ഓടിപ്പോവുകയാണ്. അന്യനാട്ടിൽ
കഥയല്ല. നമ്മുടെ അന്ന് കൈപ്പങ്കലം പോലീസ് സ്റ്റേഷൻ വന്നിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ സർക്കിളിനെ കാണാൻ വേണ്ടിയായിരിക്കും അങ്ങോട്ട് പോയത്. ഇവിടെ വന്നാലും സർക്കിളാ വിളിപ്പിച്ച് അവിടെ പിടിച്ചു. അവരെ കൊണ്ടുവന്ന് ഒരു ഉമ്മാനുപ്പാനെ കൊണ്ടേ ആ സർക്കിള് പറഞ്ഞു കൊടുത്തു, മോളെ ഇവൻ ക്രിമിനലാ, മടപ്പണ കൂടപ്പം. വനിതാ പോലീസുകാർ പറഞ്ഞു കൊടുത്തു, മോളെ 8 കേസ് ഇവന്റെ പേരിൽ ഇപ്പൊ തന്നെ ഉണ്ട്, അവന്റെ കൂടെ പോയാ മോളെ ജീവിതം തൊലഞ്ഞു പോകും. സമ്മതിക്കില്ല. ഉമ്മയിപ്പൊന്നും ഇങ്ങനെ കരയാ. ഈ മതിലകം പോലീസ് സ്റ്റേഷനിൽ എന്താ സർക്കിൾ ചോദിച്ചു പറഞ്ഞ സ്നേഹം കിട്ടിയിട്ടില്ല. 23 കൊല്ലം പോറ്റി ഉമ്മാടെ ഉപ്പാടേന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. 23 ദിവസം പരിചയമുള്ള ക്രിമിനലിൽ നിന്ന് ഭയങ്കര സ്നേഹം കിട്ടി. അപ്പൊ ആ പെൺകുട്ടികളുടെ പക്വതൊക്കെ നോക്കുക. ഈ ദുനിയാവ് നശിക്കുക, നരകത്തിലേക്കാണ് സഞ്ചാരം, പരലോകവും നരകത്തിലേക്കാണ് എന്ന അവസ്ഥയാണ്. ഇതിനെന്താ പോം വഴി? എന്താ? ചെറുപ്പം മുതൽ തന്നെ റബ്ബിനെ കുറിച്ചുള്ള ഈമാൻ, പരലോക ചിന്ത ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു രംഗം തന്നെ വീട്ടിലില്ലല്ലോ, നമ്മുടെ വീടുകളിൽ ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാ മോനെ അള്ളാനെ സൂക്ഷിക്കണം എന്ന് പറയാറുണ്ട് നമ്മള്, മക്കളോട് പറയാറുണ്ട്. മോനെ അള്ളാനെ സൂക്ഷിക്കും. മോള് എന്താ ഈ തലക്ക് ഇങ്ങനെ പുറത്തിട്ട് ഇങ്ങനെ നടക്കുന്നത്? ഈ വേഷം എന്താണ്? ശരീരത്തിന്റെ കഴിഞ്ഞ ദിവസം നമ്മ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ? വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാ നഗ്നയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ അളവുകൾ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റുന്ന വസ്ത്രമാണ്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഉമ്മാക്കും ഉപ്പാക്കും. എന്റെ മോളല്ലേ ഈ നാട്ടിൽ ആൾക്കാരെ മുന്നിൽ കൂടി പോണ ഈ വേഷത്തില്, ടീഷർട്ടും ടൈറ്റ് പാന്റും ഒക്കെ ഇട്ടിട്ട് പോണത് എന്റെ മോളല്ലേ? അങ്ങനെ ഒരു പ്രയാസം ഉമ്മാക്കും ഉപ്പാക്കുണ്ടാ? എന്നിട്ട് ഈ ക്രിമിനലിന്റെ കൂടെ ഓടുമ്പോ കരയുന്നു. ദീൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ട. 5ാം ക്ലാസ് വരെയൊക്കെ മദ്രസയിൽ പോയിരുന്നു. ഒരു ദീനും പഠിക്കൂല 5ാം ക്ലാസ് വരെ. ഖുർആൻ ഓതാൻ പഠിക്കും. നിസ്കാരം എന്താണെന്ന്, എങ്ങനെ എന്താണ് നിസ്കാരം എന്ന് പഠിപ്പിക്കൂല. എങ്ങനെ നിസ്കരിക്കുമ്പോ എന്തൊക്കെ ചെല്ലണം, എങ്ങനെ ചെയ്യണം, എന്താണ് ഈ നിസ്കാരം എന്ന് മാത്രം പഠിപ്പിക്കൂല. ഇസ്ലാം കാര്യം ഷഹാദത്ത് കലിമ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അതിങ്ങനെ പറയും, അർത്ഥം അറിയാം. എന്താണെന്ന് മാത്രം പഠിപ്പിക്കൂല. സമാധാനായി 5, 6 വരെയൊക്കെ മദ്രസയിൽ പോയിട്ട് അപ്പൊ ദീൻ പഠി ഒരു ചുക്കും അലിഫ് പഠിച്ചിട്ടില്ല. ദീനിന്റെ മെയിൻ ആയിട്ട് കിട്ടുന്ന ആരെത്തുന്നറിയോ? ആ വീട്ടിൽ നിന്ന് സ്വന്തം ഉപ്പാടെ ഉമ്മാടെ എത്തുന്ന. അവരും പഠിക്കണം, എല്ലാരും പഠിക്കണം. പഠിക്കാനുള്ള അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ കൂടുവോ? ഇന്നത്തെ ദിവസം നോക്കൂ നിങ്ങൾ, കുത്തുബ ആരംഭിക്കുമ്പോ എത്ര ആളായി പള്ളിയിലുള്ളത്? ഇപ്പൊ എത്ര ആളാ ഉള്ളത്? ഈ കുത്തുബ തുടങ്ങിയത് എന്താന്ന് കേട്ടവർ വളരെ കുറവല്ലേ? ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമഅക്ക് എന്തായാലും പോകണമെന്ന് തീരുമാനിച്ചിട്ട് എവിടെയായിരുന്നു ഇതുവരെ? എന്ത് തടസ്സമായിരുന്നു നിങ്ങൾക്ക് ഒരു 12:30 ഇവിടെ എത്താൻ? എന്ത് തടസ്സമായിരുന്നു? നാട്ടുകാരെ പറ്റിയല്ല, നമ്മളെ പറ്റി, എന്നെ പറ്റി, നിങ്ങളെ പറ്റിയാ പറഞ്ഞത്. എന്ത് തടസ്സമായിരുന്നു? നമുക്ക് അത്ര വിലയുള്ളൂ. ദീനീ ഉത്ബോധനം നടക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമാണ് വെള്ളിയാഴ്ചയിലെ കുത്തുബ. പിന്നെ ഖുർആൻ ക്ലാസ് ഉണ്ടാവും ഞായറാഴ്ച, നമുക്ക് കൂടൂല, ഇതെല്ലാം പണിയുണ്ട് നമുക്ക്. പിന്നെ വല്ല അവിടെ ഇസ്ലാമിക പ്രഭാഷണം വെച്ചാൽ നമുക്ക് കൂടൂല, നമുക്ക് വേറെ പണിയുണ്ട്. എന്നിട്ട് മക്കൾ ഇങ്ങനെ ചാടുമ്പോ കാഫിറാണോ മുശ്രിക്കാണോ എന്നൊന്നും ഒരു പ്രശ്നമില്ല, എവിടേക്കും ചാടും. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കാര്യം പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് 7ാം ആകാശത്ത് മുകളിൽ നിന്ന് റഹ്മത്ത് വന്നു വീഴുന്നത്? എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികൾ ഇൻഷാ അല്ലാഹ് അത് വിശദാംശമായി അടുത്ത ആഴ്ച നമുക്ക് ഖുതുബയിലൂടെ നിങ്ങൾ ആ സമയത്തിലെത്തുക. തുടക്കത്തിൽ എന്ത് പറഞ്ഞു? ആദമിന്റെ ഹവ്വായിന്റെ വിവാഹം കേൾക്കാത്തവരാ കുറെ ഇവിടെ ഇരിക്കുന്നവരും. എവിടെ വെച്ച് ആര് നടത്തിയെന്ന വിവരം ഈ പള്ളിയിൽ ഇപ്പിരിക്കുന്നവരെ പലരും അറിഞ്ഞിട്ടില്ല, കേട്ടില്ല. അതുകൊണ്ട് വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇസ്രാഫുകൾ, പൊങ്ങച്ചങ്ങൾ, അനിസ്ലാമികമായ പരിപാടികൾ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന വിധത്തിലാണ്
യുവതിയും യുവാവും അവരുടെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കോപശാപങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ സന്തതികളെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോയില്ലേ? 5 ആളാദ്യം മരിച്ചു, ഇപ്പൊ ഒരാളും കൂടെ MBBS പഠിക്കുന്നവരാണ്. എന്തായിരിക്കും ആ വീട്ടുകാരുടെ പ്രതീക്ഷ? ഞാനിപ്പോ പറഞ്ഞില്ലേ, ചേർത്തുമ്പോ ആ വീട്ടുകാരുടെ പ്രതീക്ഷ ഒരു 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞാൽ ഡോക്ടറായിട്ട് വരും. 5 ആളാ അന്ന് തന്നെ മരിച്ചു. ഇപ്പൊ ഇന്ന് നമ്മ വായിച്ചു 6ാമത്തെ ആളും മരിച്ചു, ഇനിയും ഗുരുതര പരിക്കേറ്റ്. MBBS ഇതുപോലെ പല കോഴ്സുകൾ. ഒരു ജീവിതത്തിന് ഒരു ഗൗരവം, ഉത്തരവാദിത്വത്തെ ബോധം തോന്നാത്ത പ്രായമാണത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة